ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രമോഷനും കാര്യങ്ങളെല്ലാം സിനിമക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ തങ്ങൾ അറിയാത്ത വിധം എങ്ങനെയാണ് പ്രേക്ഷകരെ കൊണ്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാമെന്നതിൻ്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാവുകയാണ് മമ്മൂക്ക ചിത്രമായ ബ്രഹ്മയുഗം. ഇന്നലെയാണ് ചിത്രത്തിൻ്റെ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് നടന്നത്. ഈ ഒരു മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം മുന്നേ തന്നതാണ്. അങ്ങനെ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് നടക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിൻ്റെ ടീം ഒരു തീരുമാനമെടുത്തു. എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് കോഡ് അണിഞ്ഞ് വേണം വരാൻ എന്ന്. അങ്ങനെ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ചിത്രത്തിൻ്റെ താരങ്ങളും അണിയറ പ്രവർത്തകരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിലാണ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്തിരിക്കുന്നത്. അതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴി തെളിയിച്ചിട്ടുള്ളത്. തീർന്നിട്ടില്ല കേട്ടോ, വീണ്ടും പ്രേക്ഷകരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കാൻ ബ്രഹ്മയുഗം ടീമിനായി. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊതുവെ വൈറ്റ് നന്മയുടെ നിറമെന്ന് പലരും പറയാറുണ്ട്. സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും വൈറ്റ് ഡ്രസ്സ് അണിഞ്ഞിട്ടാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തതെങ്കിൽ, എന്നാൽ മമ്മൂക്ക അണിഞ്ഞെത്തിയ ബ്ലാക്ക് കളർ സാധാരണ കളറാണെന്നും അല്ലെങ്കിൽ തിന്മയുടെ കളറാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും സിനിമയിലെ നായകന്മാരാവുകയാണെങ്കിൽ ചിത്രത്തിലെ കട്ട വില്ലനായി മമ്മൂക്ക ബ്ലാക്ക് അണിഞ്ഞതുകൊണ്ട് ചിത്രത്തിൽ വില്ലൻ മമ്മൂക്ക തന്നെ എന്നാണ് പ്രേക്ഷകർ ഉറപ്പിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് നടത്തുന്നത്. രസകരമായ ഈ ഒരു ചർച്ചയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഫെബ്രുവരി 15-ാം തീയതി ആദ്യ ഷോ കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 9:30-നാണ്. ഉറക്കം സുഖകരമായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ മമ്മൂക്ക ചിത്രങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് നേരത്തെ 6 മണിക്കും അതുപോലെ 5 മണിക്കുമൊക്കെ സിനിമ ഷോ നടത്തുന്ന പരിപാടി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതേ പാതയിലൂടെ തന്നെയാണ് ബ്രഹ്മയുഗം സിനിമയും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 9:30 അല്ലെങ്കിൽ 10 മണിയുമാണ് എന്നാണ് പ്രേക്ഷകർ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് വരെ വരാൻ സാധ്യത ഏറെയാണ്.